നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ ബസ്സും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസ് പാടത്തേക്ക് ചരിഞ്ഞു. ദേശീയപാത വാണിയമ്പാറയിൽ പാഴ്സൽ ലോറികൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഗീതാഗോപി MLAയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. മുൻ MLA CC മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പദ്ധതികൾക്ക് അനുമതി നൽകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. ക്ഷേത്രത്തിലെ വിവാഹ തിരക്ക് പരിഗണിച്ച് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ. ചാവക്കാട് പ്ലാങ്ങാട് പൂട്ടിയിട്ട് വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസ്. പിടിയിലായ പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. ചെറുതുരുത്തിയിൽ ബസ്സും ആംബുലൻസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിലാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ താഴ്ചയിലേക്ക് ചെരിഞ്ഞു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദേശീയപാത വാണിയമ്പാറയിൽ 2 പാഴ്സൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അരമണിക്കൂർ വ്യത്യാസത്തിലാണ് ഇരു വാഹനങ്ങളും മറിഞ്ഞത്. വാഹന അപകടത്തിൽപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തലോരിൽ ഓട്ടോറിക്ഷയിൽ തട്ടിവീണ സൈക്കിൾ യാത്രക്കാരന് KSRTC ബസ്സിടിച്ച് പരിക്കേറ്റു. പനയമ്പാടം സ്വദേശി എടക്കുന്നിക്കാരൻ കുട്ടനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ കുട്ടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോയിൽ ഇടിച്ചു മറിഞ്ഞ സൈക്കിളിൽ നിന്ന് തെറിച്ചു വീണ കുട്ടൻ ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സിന്റെ പുറകിലെ ഡോറിന്റെ വശത്ത് ഇടിച്ചു വീഴുകയായിരുന്നു. അപകട മേഖലയായ ഇവിടെ 2 ആഴ്ച മുൻപ് റോഡരികിൽ നിർത്തിയിട്ട കാറിൽ ഇടിച്ച് മറ്റൊരു കാർ തലകീഴായി മറിഞ്ഞിരുന്നു. ഗീതാഗോപി MLAയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. CC മുകുന്ദൻ MLA ആയിരിക്കെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3.16 കോടിയുടെ 18 പദ്ധതികൾക്ക് അനുമതി നൽകാതെ തടഞ്ഞുവെച്ചുവെന്നാരോപിച്ചാണ് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉദ്ഘാടനം ചെയ്തു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഷൈൻ നെടിയിരിപ്പിൽ P കൃഷ്ണനുണ്ണി, മുൻ MLA CC മുകുന്ദൻ, ഭഗീഷ് പൂരാടൻ, TG രതീഷ്, ഗോകുൽ കരിപ്പിള്ളി, നിഷ പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. ആഘോഷ പരിപാടികൾക്കായി 19,10,000 രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയിട്ടുള്ളത്. 25-ന് ക്ഷേത്രത്തിൽ ഉത്രാടക്കാഴ്ച ശീവേലി സമർപ്പണം നടക്കും. രാവിലെ ശീവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം. സ്വർണ്ണ കൊടിമരച്ചുവട്ടിൽ മേൽശാന്തി ആദ്യം കാഴ്ചക്കുല സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും സമർപ്പണത്തിൽ പങ്കാളികളാകും. കാഴ്ചക്കുല സമർപ്പിക്കാൻ എത്തുന്നവർക്ക് പ്രത്യേക വരി സംവിധാനം ഒരുക്കും. തിരുവോണ ദിവസമായ 26-ന് പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും ഉണ്ടാകും. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിക്കും. തുടർന്ന് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും സമർപ്പിക്കും. ഉഷപ്പൂജ വരെ ഭഗവാന് ഓണപ്പുട സമർപ്പിക്കാം. രാവിലെ 9-ന് തിരുവോണ സദ്യ തുടങ്ങും. 10,000 പേർക്കാണ് തിരുവോണ സദ്യ ഒരുക്കുന്നത്. തിരുവോണ ദിവസം രാവിലെ കൊമ്പൻ ബൽറാമും ഉച്ചതിരിഞ്ഞ് ഇന്ദ്രസനും രാത്രി രാജശേഖരനും കോലമേറ്റും. രാവിലത്തെ ശീവേലിക്ക് കോട്ടപ്പടി സന്തോഷ് മാരാരും ഉച്ചതിരിഞ്ഞ് ഗുരുവായൂർ ശശിമാരാരും മേളം നയിക്കും. ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത്
ഉത്രാടം മുതൽ ചതയം വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. കൂടുതൽ ഭക്തർക്ക് ദർശനം ഉറപ്പാക്കുന്നതിനായി 1 മണിക്കൂർ ദർശന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണ 4:30 തുറക്കാറുള്ള ക്ഷേത്രനട ഈ ദിവസങ്ങളിൽ 3:30 തുറക്കും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, AU ഷിനിജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ഗുരുവായൂർ. ഈ മാസം 23, 30, സെപ്റ്റംബർ 13 തീയതികളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ റെക്കോർഡ് വിവാഹ തിരക്ക് പരിഗണിച്ച് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. ഈ ദിവസങ്ങളിൽ പുലർച്ചെ മുതൽ കല്യാണങ്ങൾ നടത്തും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. ക്ഷേത്രം കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കും. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമേ മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കൂ. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ചാവക്കാട് ബ്ലാങ്ങാട് പൂട്ടിയിട്ട വീട്ടിലെ അലമാര കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസിൽ പിടിയിലായ പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കർണാടക സ്വദേശി പ്രസാദ്, മൈസൂർ സ്വദേശി ഫയാസ് അഹമ്മദ് എന്നിവരെയാണ് ചാവക്കാട് SI KK അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പിന് എത്തിച്ചത്. വീടിന്റെ പുറകിലൂടെ അകത്തു കയറാൻ ആദ്യം ശ്രമിച്ച പ്രതികൾ പിന്നീട് വീടിന്റെ മുകളിലേക്ക് കയറുകയും കോണിപ്പടി വഴി താഴെയിറങ്ങി ഇരുമ്പലമാര പൊളിച്ച് സ്വർണവും പണവും അപഹരിക്കുകയുമായിരുന്നുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘവും ചാവക്കാട് പോലീസും ചേർന്ന് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ വലയിലാക്കിയത്. ഇടവേള. ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, ദ സിഗ്നേച്ചർ ഓഫ് ഗോൾഡ്. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലമൻസ് നേച്ചുറൽ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും.
എരുമപ്പെട്ടി പഴവൂരിൽ ആട് മോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഒറ്റപ്പാലം സ്വദേശി നസീർ, ഇയാളുടെ മകൻ ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. പഴവൂർ പുത്തൻപീടികയിൽ സാദിഖിന്റെ ഫാമിൽ നിന്നാണ് ആടുകളെ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയത്. വാഹനത്തിൽ ആടുകളെ കയറ്റുന്നതിനിടയിൽ ശബ്ദം കേട്ട അയൽവാസി വാഹനം തടഞ്ഞ് സാദിഖിനെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. ഇതിനിടയിൽ സമീപത്തെ വനത്തിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തുകയായിരുന്നു. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ വനത്തിലെ പാറക്കൂട്ടത്തിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു പ്രതികൾ. എരുമപ്പെട്ടി പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് 4 വയസ്സുകാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ എരിശ്ശേരിപ്പാലം പടിയത്ത് അറപ്പപ്പുറത്ത് ബിനാസിന്റെ മകൻ റൈഹാൻ ആണ് മരിച്ചത്. പാലക്കാട് കോട്ടായിയിലെ സ്വകാര്യ റിസോർട്ടിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കളിക്കുന്നതിനിടയിൽ റൈഹാൻ കാൽവഴുതി നീന്തൽക്കുളത്തിൽ വീഴുകയായിരുന്നു. കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും വീണ യുവാവ് മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി 40 വയസ്സുള്ള ജോഹൻ ലാൽ ആണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ബിലാസ്പൂർ തിരുനെൽവേലി എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് ഇയാൾ വീണത്. യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസും പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ഓണാഘോഷ പരിപാടികൾ 21 മുതൽ 25 വരെ നടക്കുമെന്ന് മന്ത്രി OJ ജനീഷ്, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ എന്നിവർ അറിയിച്ചു. പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ആഘോഷ നഗരിയിൽ 40 സ്റ്റാളുകളിലായി 5 ദിവസം നീണ്ടുനിൽക്കുന്ന കാർഷിക, വ്യാവസായിക, ശാസ്ത്ര സാങ്കേതിക പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവാതിര, കൈകുട്ടിക്കളി, മലയാളിമങ്ക, പുരുഷകേസരി മത്സരങ്ങൾ എന്നിവയും നടക്കും. സമാപന ദിവസം അഖില കേരള പ്രൊഫഷണൽ വടംവലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൌൺസിലർ VM ജോണി, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാതിവഴിയിൽ നിർമ്മാണം നിലച്ച ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ INTUC മോട്ടോർ ഡ്രൈവേഴ്സ് ഫെഡറേഷൻ റീത്ത് സമർപ്പിച്ചു. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് CR മനോജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MS ശിവദാസ്, VK വിമൽ, ഗോപി മനയത്ത്, അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി KM ശശിധരൻ നമ്പൂതിരി സ്ഥാനമേറ്റു. നറുക്കെടുപ്പിലൂടെയാണ് കക്കാടുമന ശശിധരൻ നമ്പൂതിരി മേൽശാന്തിയായി സ്ഥാനമേറ്റത്. ചോറ്റാനിക്കര കീഴ്ക്കാവ് മേൽശാന്തിയായിരിക്കെയാണ് ധന്വന്തിരി മൂർത്തിയെ സേവിക്കാൻ ശശിധരൻ നമ്പൂതിരിക്ക് അവസരം ലഭിച്ചത്. അടുത്ത 2 വർഷം ശശിധരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിലെ മേൽശാന്തി സ്ഥാനം വഹിക്കും. CPMന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TV സുരേഷ് ബാബു അധ്യക്ഷനായി. പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM ഏരിയ കമ്മിറ്റി അംഗം EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA സുധീർ അധ്യക്ഷനായി. ചന്ദ്രാപിന്നി, എടത്തുരുത്തി ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം രാജീഷ ശിവജി ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം അലോക് മോഹൻ, ലോക്കൽ സെക്രട്ടറിമാരായ AV സതീഷ്, ഷീന വിശ്വൻ, എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ CPM ധർണ നടത്തി. ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അബ്ബാസ് മാലിക്കുളം, ബിൻസി സന്തോഷ്, P യതീന്ദ്രദാസ്, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. വിശാഖം നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വേൽമുരുകന്റെ പൂക്കള വിസ്മയം. കയ്യിൽ വേൽ ഏന്തി മയിൽപ്പുറത്തിരിക്കുന്ന മുരുകന്റെ രൂപമാണ് ആവിഷ്കരിച്ചത്. വൃത്താകൃതിയിൽ ഒരുക്കിയ പൂക്കളത്തിന്റെ മധ്യഭാഗത്തായിരുന്നു വേൽമുരുകന്റെ രൂപം. ഓണക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വ്യത്യസ്ത രൂപങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള പൂക്കളങ്ങൾ ഒരുക്കുന്നത് പതിവാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഈ കാഴ്ചകൾ തുടരും.
പുതുതലമുറയ്ക്ക് ഇസ്ലാമിക ചരിത്രവും മുഹമ്മദ് നബിയുടെ ജീവിതവും സന്ദേശങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി കയ്പമംഗലം പുത്തൻപള്ളി മഹലിൽ മീലാദ് എക്സ്പോ സംഘടിപ്പിക്കും. 22, 23, 24 തീയതികളിൽ പ്രത്യേകം സജ്ജീകരിച്ച നഗരിയിലാണ് എക്സ്പോ നടക്കുക. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലഹരി വിരുദ്ധ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും എക്സ്പോയുടെ ഭാഗമായി നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 വരെ പൊതുജനങ്ങൾക്ക് എക്സ്പോയിൽ സൗജന്യ പ്രവേശനം അനുവദിക്കും. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് ഹാജി, ട്രഷറർ AS ഉമ്മർ, സെക്രട്ടറി PA അബ്ദുൽ അസീസ്, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. വിദ്യാഭ്യാസ മേഖലയിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും സിവിൽ സർവീസ് പരിശീലന പ്രവർത്തനങ്ങളും വിലയിരുത്തി സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന് അന്തർ സംസ്ഥാന തലത്തിൽ ആദരം. തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാക്സ്വെൽ ജീവകാരുണ്യ സംഘടനയാണ് പുരസ്കാരം സമ്മാനിച്ചത്. പെരിയ നായ്ക്കൻ പാളയത്ത് നടന്ന ചടങ്ങിൽ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിനു വേണ്ടി മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മനോജ് ദത്തൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതിക്കുള്ള ഏറ്റവും ശക്തമായ ഉപാധിയാണെന്ന സ്വാമി വിവേകാനന്ദന്റെ ആശയം മുൻനിർത്തി വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും രാജ്യത്തിന് മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ വളർത്തിയെടുക്കുന്നതിനുമായി ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വടക്കാഞ്ചേരി മണലിത്തറ മച്ചാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മുത്തപ്പൻ പൈങ്കുറ്റി വെള്ളച്ചാട്ടം മഹോത്സവം നടന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പനെയാണ് മലാക്ക കണ്ടിരത്ത് മച്ചാട് മടപ്പുരയിൽ പ്രതിഷ്ഠിക്കുന്നത്. മുത്തപ്പന്റെ പള്ളിവേട്ടയും ഭക്തർക്കുള്ള ദർശനവും നടന്നു. പെരിഞ്ചേരി സുരേന്ദ്രൻ ഇളയ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ കുറ്റിയടിക്കൽ കർമ്മവും അന്നദാനവും നടന്നു. കുന്നംകുളം നഗരസഭയിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റ് വിതരണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പുഷ്പ ജോൺ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് പെറവൂർ റോഡിന് സമീപത്തു നിന്നും മുറിച്ചു മാറ്റിയ ആൽമരത്തിന്റെ തടികൾ നടപ്പാതയിൽ നിന്നും നീക്കം ചെയ്യാത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ആൽമരം മുറിച്ചു മാറ്റിയത്. മരത്തടികൾ ഉടൻ നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ഹബീബ് അധ്യക്ഷത വഹിച്ചു.
ജനപ്രതിനിധികളായ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, ജെസ്സി റാഫേൽ, റിനിത കബീർ, സെക്രട്ടറി കെ ലത തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റംഗങ്ങൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി, ഹെൽത്ത് ഇൻസ്പെക്ടർ പി ബി പ്രിയേഷ്, പാലിയേറ്റീവ് നഴ്സ് ഷബിനി കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മണലൂർ നിയോജകമണ്ഡലം തല ഉദ്ഘാടനം ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ ശനിയാഴ്ച നടക്കും. ആദ്യഘട്ടമായി 22, 23, 24 തീയതികളിൽ മണലൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാടുമാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വി ഡി പ്രേമപ്രസാദ്, ആർ എ അബ്ദുൽ ഹക്കീം, ആനി ജോസ്, പി ജി സുബിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വാശിയേറിയ വടംവലിയോടെയാണ് മത്സരങ്ങൾ തുടങ്ങിയത്. ജീവനക്കാർ ആവേശത്തോടെ അണിനിരുന്ന മത്സരത്തിൽ കരുത്തും കൂട്ടായ്മയും പ്രകടിപ്പിച്ച് ആനക്കോട്ട വിഭാഗം 1ാം സ്ഥാനം സ്വന്തമാക്കി. ആരോഗ്യ വിഭാഗം 2ാം സ്ഥാനവും ഇലക്ട്രിക്കൽ വിഭാഗം 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ MN രാജീവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വെൽഫെയർ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രമിത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി GN രാമകൃഷ്ണൻ, M നവീൻ, K രമേശ്, ദീപ്തി പാട്ടത്തിൽ, ഏലംകുളം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിൽ പരാതി നൽകിയതിനുള്ള വൈരാഗ്യം മൂലം വയോധികനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും കുടുംബാംഗങ്ങളെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതി പിടിയിലായി. മുല്ലശ്ശേരി കാരായി റോഡിന് സമീപം താമസിക്കുന്ന കുണ്ടുവീട്ടിൽ സരീഷിനെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാവറട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആന്റണി ജോസഫ് നെറ്റോ, സബ് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം മണലൂർ നിയോജകമണ്ഡലം രാജീവ് ഗാന്ധി പഠന കേന്ദ്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പാവറട്ടി സെന്ററിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി പഠന കേന്ദ്രം മണലൂർ നിയോജകമണ്ഡലം ചെയർമാൻ റാഷിദ് എളവള്ളി അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK അനിൽകുമാർ, KPCC വിചാർ വിഭാഗ് നിയോജകമണ്ഡലം ചെയർമാൻ ജോഷി കൊമ്പൻ, നേതാക്കളായ ജിൽസ് പാവറട്ടി, റിജോ ചിറ്റാറ്റുകര, ഷമീം അറയ്ക്കൽ, ഭാസ്കരൻ മന്നത്ത്, ജോസഫ് ബെന്നി, KL ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഉപഭോക്തൃ വിധി പ്രകാരം നഷ്ടം നൽകാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. പഴുവിൽ വെസ്റ്റ് സ്വദേശി തോട്ടുപുര വീട്ടിൽ നന്ദനൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കീഴ്പള്ളിക്കര സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ മോഹനന് എതിരെ വിധിയായത്. ടൈൽ പണിയിലെ അപാകതകൾ ചോദ്യം ചെയ്ത് നന്ദനൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഉത്തരവ്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. എരുമപ്പെട്ടി പതിയാരത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പതിയാരം പള്ളിക്ക് സമീപം മുരിങ്ങാത്തേരി ജോസിന്റെ വീട്ടുവളപ്പിലാണ് മലമ്പാമ്പിനെ കണ്ടത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കൊപ്പം ഓണാഘോഷം നടത്തി. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ പടന്നമാക്കൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ PA പോൾ, AC ജോസഫ്, ഡോക്ടർ ജോജി മാളിയേക്കൽ, ജെസി വർഗീസ്, ഷാലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്കുള്ള ഓണം ബോണസ് വിതരണം 25-ന് നടക്കും. മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KP പ്രശാന്ത്, ഭരണസമിതി അംഗങ്ങളായ PS പ്രശാന്ത്, ദേവേന്ദ്ര ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവോണനാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന് കൊടിയേറി. AU രഘുരാമ പണിക്കർ കൊടിയേറ്റം നിർവഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷത വഹിച്ചു.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, MV സുരേഷ്, ബെന്നി തട്ടിൽ, ആൻഡോ തുറയം, സിജോ പുലിക്കോട്ടിൽ, താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീനാദേവി തുടങ്ങിയവർ സംസാരിച്ചു. 20-ലധികം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ എന്നിവ ജലോത്സവത്തിൽ പങ്കെടുക്കും. CPI കാട്ടകാമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ചിറക്കൽ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം CPI സംസ്ഥാന കൌൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത്, ജാഥ ക്യാപ്റ്റൻ PK രവീന്ദ്രൻ, വൈസ് ക്യാപ്റ്റൻ ജിജി ലിവിങ്സ്റ്റൺ തുടങ്ങിയവർ സംസാരിച്ചു. ഏതാണ്ട് 49 വർഷക്കാലം ജില്ലയിലെ ഓട്ടുകമ്പനി തൊഴിലാളികൾക്ക് ഓണത്തിന് 13% ബോണസ് അനുവദിച്ചു. ജില്ലാ ലേബർ ഓഫീസർ MM ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലായിരുന്നു തീരുമാനം. കമ്പനി ഓഫീസ് ജീവനക്കാർ ഉൾപ്പെടെ മുഴുവൻ തൊഴിലാളികൾക്കും ഈ മാസം 22-നുള്ളിൽ ബോണസ് വിതരണം ചെയ്യും. ഇനി വാണിജ്യം. വേൾപൂൾ ബ്രാൻഡിന്റെ പുതിയ മോഡൽ റെഫ്രിജറേറ്റർ ചാലക്കുടി വേണൂസ് ഷോറൂമിൽ ലോഞ്ച് ചെയ്തു. സൈഡ് ബൈ സൈഡ് സെഗ്മെന്റിലെ ആദ്യ 4-ഡോർ മോഡലായ ലക്ഷറിം ചാലക്കുടി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ ലോഞ്ച് ചെയ്തു. 645 ലിറ്റർ മുതൽ 654 ലിറ്റർ വരെ കപ്പാസിറ്റിയും 6th സെൻസ് AI ടെക്നോളജിയും 360 ഡിഗ്രി ട്രിപ്പിൾ കൂളിംഗ് സിസ്റ്റവും ഈ മോഡലിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഷ്നസ് ഡിറ്റക്ഷൻ ടെക്നോളജിയോടുകൂടിയായാണ് ലക്ഷറിയം സെഗ്മെന്റിന്റെ വരവ്. ചാലക്കുടി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദ്, എക്സിക്യൂട്ടീവ് പാർട്ണർ ശ്രീരാഗ് KV, ജനറൽ മാനേജർ സുനിൽകുമാർ, വേൾപൂൾ BM രാകേഷ്, RMM ജയപ്രകാശ്, ASM വിപിൻ, RT നിസീദ് തുടങ്ങിയവർ സംസാരിച്ചു. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ സേവനത്തെക്കുറിച്ച് MD KV ആനന്ദ് വിവരിച്ചു. 37 വർഷം പിന്നിട്ടപ്പോ ഈ ഓണക്കാലത്ത് വേണൂസ് ഒരുപാട് ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഹാപ്പി ആക്കാമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഓരോ സ്ക്രാച്ച് കാർഡ് കൊടുക്കും. ആ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 37 പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിൽ TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു മാസം നല്ലൊരു സെയിൽ നടക്കുന്നത് എല്ലാവരും അത് നല്ല രീതിയിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏവരെയും ഞാൻ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വേണൂസിന്റെ സ്റ്റോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഓണക്കാലം അതിഗംഭീരമായിട്ട് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒരു ആഘോഷം വേളയായിട്ട് മാറട്ടെ. എല്ലാവർക്കും ഞാൻ ഒരു ഓണാശംസ നേരുന്നു. സാമൂഹിക ഇടപെടലിലൂടെ സ്ത്രീ സ്വയം പര്യാപ്തതയ്ക്ക് കൈത്താങ്ങായി തൃശൂർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മെഗാ ഓണം മഹോത്സവം. വാണിജ്യ താൽപര്യങ്ങൾക്കും അപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുടെ ഇഴയെടുപ്പം തെളിയിക്കുന്നതായിരുന്നു പള്ളിക്കുളം റോഡിലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മെഗാ ഓണം മഹോത്സവം. കാൽഡിയൻ സെന്ററിൽ നടന്ന മെഗാ ഓണം മഹോത്സവം MLA രാജൻ ജപ്പലൻ ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, സിനിമാ സീരിയൽ താരം ദേവി ചന്ദന, ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D പാസ്റ്റ് ഗവർണർ T ജയചന്ദ്രൻ, ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സാബു എന്നിവർ മുഖ്യ അതിഥികളായി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർമാരായ VJ ലിയോ, സീൽദ ലിയോ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ജില്ലയിലെ 80 വനിതകൾക്കാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തയ്യൽ മെഷീൻ വിതരണം ചെയ്തത്. കൂടാതെ 3000 പേർക്ക് ഓണപ്പുടവയും ക്യാഷ് വൗച്ചറുകളും സമ്മാനിച്ചു. തുടർന്ന് നടന്ന തിരുവാതിരക്കളി, വടംവലി മത്സരങ്ങൾ ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ലിയോസ് വെഡിംഗ് മഹോത്സവം എന്ന പേരിൽ ആകർഷകമായ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. വലിയ പർച്ചേസുകൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം ഏറ്റവും കുറഞ്ഞ വിലയിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും 1% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കാനുള്ള അവസരവും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സവിശേഷതയാണ്.
പ്രധാന വാർത്തകൾ വീണ്ടും. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ ബസ്സും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസ് പാടത്തേക്ക് ചെരിഞ്ഞു. ദേശീയപാത വാണിയമ്പാറയിൽ പാഴ്സൽ ലോറികൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഗീതാ ഗോപി MLAയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. മുൻ MLA CC മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പദ്ധതികൾക്ക് അനുമതി നൽകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. ക്ഷേത്രത്തിലെ വിവാഹ തിരക്ക് പരിഗണിച്ച് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ. ചാവക്കാട് ബ്ലാങ്ങാട് പൂട്ടിയിട്ട് വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസ്. പിടിയിലായ പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.